ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ സിലബസിലെ മൊഡ്യൂൾ 8-ലെ ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന മൊഡ്യൂളിലെ ലാംഗ്വേജ് സ്കിൽസിനെ കുറിച്ചാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് അല്ല സ്കിൽസ് എന്ന് പറഞ്ഞാൽ. കാരണം ഇംഗ്ലീഷ് ഒരു സ്കിൽ ലാംഗ്വേജാണ്. 4 ബേസിക് സ്കില്ലിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഭാഷ നിലനിൽക്കുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ 4 സ്കില്ലുകൾ, ബേസിക് സ്കില്ലെന്നോ 4 ഫോൾഡ് സ്കില്ലെന്നൊക്കെ അറിയപ്പെടുന്ന LSRW കുറിച്ച് വളരെ വിശദമായിട്ട് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. PSC പരീക്ഷയ്ക്ക് ഇതിൻ്റെ ടൈപ്സിനെ കുറിച്ചും അതുപോലെ തന്നെ സബ് സ്കില്ലിനെ കുറിച്ചുമൊക്കെ സിലബസ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ഏതൊക്കെയാണ് ഇതിൻ്റെ ടൈപ്സ്, ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ്, അതുപോലെ സബ് സ്കിൽ ഏതൊക്കെയാണ് എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം ലിസണിങ്, സ്പീക്കിങ്, റീഡിങ്, റൈറ്റിങ്, ഇങ്ങനെ 4 സ്കില്ലുകളാണ് നമുക്ക് ഉള്ളത്. LSRW എന്ന് പറയുന്ന 4 സ്കില്ലുകളാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ അതിനകത്ത് റിസെപ്റ്റീവ് സ്കിൽ ആൻഡ് പ്രൊഡക്റ്റീവ് സ്കിൽ, റിസീവിങ് എൻഡിലുള്ള സ്കില്ലും ഉണ്ട്, പ്രൊഡ്യൂസിങ് എൻഡിലുള്ള സ്കില്ലും ഉണ്ട്. ഇങ്ങനെ രണ്ടാണ് ബേസിക്കായുള്ള ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു റിസീവിങ് എൻഡിലാണ് ആ സ്കില്ല് നിൽക്കുന്നതെങ്കിൽ, അതായത് ലിസണിങ്ങും റീഡിങ്ങും ഒരു റിസീവിങ് എൻഡ് നിൽക്കുന്നതുകൊണ്ട് റിസെപ്റ്റീവ് സ്കിൽ എന്നാണ് അറിയപ്പെടുന്നത്. വി ആർ അറ്റ് ദ റിസീവിങ് എൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ചാനൽ വെൻ വി എൻഗേജ് ഇൻ ലിസണിങ് ആൻഡ് റീഡിങ് എന്ന് പറയുക. റിസീവിങ് എൻഡിൽ നിൽക്കുമ്പം അവിടെ എന്താണ്, നമ്മൾ റിസെപ്റ്റീവ് സ്കില്ലാണ്. ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കുക. ഏതൊക്കെയാണത്? അത് ലിസണിങ്ങും റീഡിങ്ങുമാണ് എന്ന് ഓർത്തിരിക്കുക. എന്നാൽ സ്കിൽ ഓഫ് സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് ട്രാൻസ്മിറ്റിംഗ് എൻഡിലാണ്. നമ്മളൊരു എന്താ പറയുക, ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ നിൽക്കുമ്പോൾ അവിടെ ട്രാൻസ്മിറ്റിംഗ് എൻഡിലാണ് എന്ത് നിൽക്കുന്നത്, റൈറ്റിംഗ് ആണെങ്കിലും സ്പീക്കിംഗ് ആണെങ്കിലും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിന് പ്രൊഡക്റ്റീവ് സ്കിൽ എന്നറിയപ്പെടും. ഒപ്പം തന്നെ മറ്റൊരു പേരും അറിയപ്പെടും. ഇതാണ് എക്സ്പ്രസീവ് സ്കിൽസ് എന്നും അറിയപ്പെടും. അതായത് നമ്മൾ സ്കിൽ ഓഫ് സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് എന്താണ്, ഏത് സ്കില്ലിൽ പെടുന്നതാണ്, പ്രൊഡക്റ്റീവ് സ്കില്ലാണ്. അത് ട്രാൻസ്മിറ്റിംഗ് എൻഡിലായതുകൊണ്ട് തന്നെ എക്സ്പ്രസീവ് സ്കില്ലെന്നും അറിയപ്പെടും. അപ്പോൾ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ഓർത്തിരിക്കാൻ ശ്രദ്ധിക്കുക. ഏതൊക്കെയാണ്? റിസെപ്റ്റീവ് സ്കില്ലെന്ന് പറയുന്നത് ലിസണിങ്ങുമാണ്, റീഡിങ്ങുമാണ്, റിസീവിങ് എൻഡിലാണ്. ട്രാൻസ്മിറ്റിംഗ് എൻഡിൽ നിൽക്കുന്ന ഏതൊക്കെയാണ്? പ്രൊഡക്റ്റീവ് സ്കില്ലുകളാണ്. റൈറ്റിംഗ് ഉണ്ട്, സ്പീക്കിംഗ് ഉണ്ട്. അവയ്ക്ക് മറ്റൊരു പേരുണ്ട്. ഏതാണ്ട് പേരെന്ന് പറഞ്ഞാൽ അത് എക്സ്പ്രസീവ് സ്കിൽസ് എന്നാണ്. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ റിസെപ്റ്റീവ് സ്കിൽസ് ആൻഡ് പ്രൊഡക്റ്റീവ് സ്കിൽസ് പറഞ്ഞു. അടുത്ത ക്ലാസിഫിക്കേഷൻ ആക്റ്റീവ് സ്കിൽസ് ആൻഡ് പാസീവ് സ്കിൽസ്. എന്താണ്? നമ്മൾ വളരെ ആക്റ്റീവായി നിന്നുകൊണ്ട് മാത്രം ആ ഒരു സ്കിൽ ഉപയോഗിക്കുന്ന സമയത്ത് വേറെ ആക്റ്റീവാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സ്കില്ല് അറിയപ്പെടുന്നവർ ആക്റ്റീവ് സ്കിൽ എന്നാണ്. അറിയാം ഏതൊക്കെയായിരിക്കും അത്? തീർച്ചയായിട്ടും സ്പീക്കിങ്ങും റൈറ്റിങ്ങും. ഇവിടെ ആക്റ്റീവായിട്ട് നിന്നാൽ മാത്രം ചെയ്യാവുന്ന, നമ്മൾ ആക്റ്റീവായി ലൈവായിരിക്കും. അങ്ങനെ ആ സ്കില്ല് ഉപയോഗിക്കുന്ന സമയത്ത് ലൈവായിരിക്കുന്നെങ്കിൽ, ആക്റ്റീവായിരിക്കുന്നെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് ആക്റ്റീവ് സ്കിൽ. സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് ഈസ് നോൺ ആസ് ആക്റ്റീവ് സ്കിൽ. എന്നാൽ നമ്മൾ ഈ സ്കില്ല് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ പാസീവായിരിക്കണം. അല്ല, പാസീവായിരുന്നാലും ഈ സ്കില്ല് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അത്തരം സ്കില്ലിനെ അറിയപ്പെടുന്ന പേര് പാസീവ് സ്കിൽ എന്നാണ്. ഏതൊക്കെയായിരിക്കും? തീർച്ചയായിട്ടും അത് ലിസണിങ് ആയിരിക്കും. രണ്ടാമത്തെ എന്തായിരിക്കും? അത് റീഡിങ് ആയിരിക്കും. ലിസണിങ്ങും റീഡിങ്ങും ആയിരിക്കും എന്താണ് പറഞ്ഞ പോലെ പാസീവ് സ്കിൽ എന്ന് പറഞ്ഞാൽ. അടുത്തതാണ് ഓറൽ സ്കിൽ എന്ന് പറഞ്ഞാൽ. അതുപോലെ ഗ്രാഫിക് മോട്ടോർ സ്കിൽ. എന്താണ് ഓറൽ എന്ന് വെച്ചാൽ? റിലേറ്റഡ് ടു ഇയർ ആണല്ലേ, കേൾവിയായിട്ട് ബന്ധപ്പെട്ടാണല്ലേ. അതുപോലെ ഓറൽ എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന ബന്ധപ്പെട്ടാണല്ലേ. അപ്പോൾ ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് റിലേറ്റഡ് ടു ഇയർ ആൻഡ് റിലേറ്റഡ് ടു സ്പീക്ക് അതല്ലേ. അപ്പോൾ അതാണ് റിലേറ്റഡ് ടോക്കാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ റിലേറ്റഡ് ടു ഹിയറിങ്ങും റിലേറ്റഡ് ടു ടോക്കും ആയതുകൊണ്ട് തന്നെ ഓറൽ സ്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും? അത് ലിസണിങ്ങും സ്പീക്കിങ്ങും ആയിരിക്കും. എന്നാൽ നമ്മൾ അവിടെ ആക്റ്റീവായിട്ടൊന്ന് ചെയ്യേണ്ട കാര്യങ്ങളായതുകൊണ്ട് തന്നെ അത് ഗ്രാഫിക് മോട്ടോർ സ്കില്ലിനകത്ത് വരുമ്പോഴാണെങ്കിൽ ഏതായിരിക്കും? അത് റീഡിങ്ങും റൈറ്റിങ്ങും ആയിരിക്കും. ഗ്രാഫിക് മോട്ടോർ സ്കില്ലെന്ന് പറഞ്ഞാൽ അത് റീഡിങ്ങും റൈറ്റിങ്ങും ആയിരിക്കും. അപ്പോൾ ഓറൽ സ്കില്ലെന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കുക. ഓറൽ നമുക്കറിയാം എന്താണ്, ടോക്കുമായിട്ട് ബന്ധപ്പെട്ട് സംസാരവുമായി ബന്ധപ്പെട്ടതാണെന്നറിയാം. ഓറൽ AURAL ഓറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേറ്റഡ് ടു ഇയർ ആണല്ലേ. അപ്പം കേൾവിയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഏതൊക്കെയാണ് അതൊക്കെ? അത് ലിസണിങ്ങും സ്പീക്കിങ്ങുമാണ്. എന്നാൽ ഗ്രാഫിക് മോട്ടോർ സ്കിൽ എന്നറിയപ്പെടുന്ന ഏതൊക്കെ സ്കില്ലുകളാണ്? അത് റീഡിങ്ങും റൈറ്റിങ്ങുമാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് 3 തരത്തെ ക്ലാസിഫിക്കേഷനാണ് അതിൽ പറയാനുള്ളത്. എന്താണ്? റിസെപ്റ്റീവ് സ്കിൽ ആൻഡ് പ്രൊഡക്റ്റീവ് സ്കില്ലുണ്ട്, അതുപോലെ തന്നെ ആക്റ്റീവ് സ്കിൽ ആൻഡ് പാസീവ് സ്കില്ലുണ്ട്, ഓറൽ
ഗ്രാഫിക് മോട്ടോർ സ്കില്ലുണ്ട്. ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ് എന്ന് സാമാന്യ വ്യക്തി ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. കാണാതെ പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇതിനകത്ത്. ആ പേര് തന്നെ ഏത് സ്കില്ലാണ് എന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ലിസണിങ്ങിലേക്ക് വന്നാൽ നമുക്ക് ഓരോ സ്കില്ലും വിശദമായിട്ട് പഠിക്കണം. അപ്പോൾ ആ സ്കില്ല് ലിസണിങ് എന്താണ്? ലിസണിങ് മേ ബി ഡിഫൈൻഡ് ആസ് ആൻ ആക്ട് ഓഫ് റിസീവിങ് ഓറൽ ലാംഗ്വേജ്. ഓറൽ ലാംഗ്വേജിനെ റിസീവ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ലിസണിങ് എന്ന് വിളിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ലിസണിങ്ങിന് പലതരത്തിലുള്ള ലിസണിങ് ഉണ്ട്, പലതരത്തിലുള്ള കേൾവികളുണ്ട്. ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് ലിസണിങ്. നോക്കുമ്പോൾ അത് ടൈപ്സ് കൃത്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അത് കൃത്യമായിട്ട് നമ്മളത് ടൈപ്സ് ഓഫ് ലിസണിങ് കൃത്യമായി പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ കാഷ്വൽ ലിസണിങ് ആണ്. കാഷ്വൽ ലിസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസണിങ് വിത്തൗട്ട് എ പർട്ടിക്കുലർ പർപ്പസ് ഇതാണ്. അതായത് ഒരു പ്രത്യേക പർപ്പസ് ഒന്നും ഇല്ലാതെ നമ്മൾ ലിസൺ ചെയ്യുവാണെങ്കിൽ, അതായത് നമ്മൾ പ്രത്യേകിച്ച് എന്താണ്, ഇപ്പോൾ ഒരു മാഗസിൻ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു റോഡിൽ കൂടെ അനൗൺസ്മെൻറ്റ് കടന്നു പോകുന്നു. അപ്പോൾ നമ്മളത് കേൾക്കും. അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ വേറെ പ്രവൃത്തിയിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്, പുറത്തുള്ള അനൗൺസ്മെൻറ്റ് കേട്ടുകൊണ്ട് പോയി, അല്ലെങ്കിൽ ഒരു വണ്ടിയിൽ പച്ചക്കറി വിറ്റുകൊണ്ട് പോയി. അപ്പോൾ നമ്മളത് കേൾക്കുന്നുണ്ടല്ലേ, വിത്തൗട്ട് പർട്ടിക്കുലർ പർപ്പസ് ഒന്നുമില്ല, നമ്മൾ കേൾക്കുന്നുണ്ടല്ലേ. കാരണം നമ്മുടെ കേൾവി ഓപ്പണാണ്, അപ്പോൾ നമുക്ക് കേൾക്കുന്നുണ്ട്. അങ്ങനെയുള്ളതാണെങ്കിൽ അതിനെ പറഞ്ഞ പേര് കാഷ്വൽ ലിസണിങ് എന്നാണ് പറയുക. എന്നാൽ നമ്മൾ ഒരു പ്രത്യേകമായിട്ട് ഒരു ലക്ഷ്യത്തോടെ, അല്ലെങ്കിൽ എന്താണ് ഇത് എന്താണ് പറയുന്നത് വളരെ ശ്രദ്ധാപൂർവം കേൾക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെ പറഞ്ഞ പേര് ഫോക്കസ്ഡ് ലിസണിങ് എന്നാണ്. അതായത് ഇറ്റ് മീൻ ലിസണിങ് അറ്റൻറ്റീവ്ലി ഫോർ ഗെറ്റിംഗ് എ പർട്ടിക്കുലർ പീസ് ഓഫ് ഇൻഫർമേഷൻ. നമുക്കറിയാം, റിസൾട്ട് അനൗൺസ് ചെയ്യണം. ഒരു കോളേജിൽ ഇലക്ഷൻ നടന്നു കഴിയുമ്പം അതിന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കാര്യം കേൾക്കുകയാണെങ്കിൽ നമ്മളെന്താണ് വളരെ ശ്രദ്ധാപൂർവ്വം കേട്ടോണ്ടിരിക്കുക അല്ലേ. അല്ലെ സ്കൂളുകളിൽ എന്താ പറയുക, നമുക്ക് അറിയാം സ്കൂളുകളിൽ അനൗൺസ്മെൻറ്റുകൾ അല്ലേ, ക്ലാസ്സുകളിൽ മൈക്ക് വഴി അനൗൺസ്മെൻറ്റ് വരുമല്ലേ പ്രിൻസിപ്പൽ റൂമിൽ നിന്ന് അല്ലേ. ആ സമയത്ത് നമ്മൾ ശ്രദ്ധാപൂർവ്വം കേട്ടോണ്ടിരിക്കുക എന്ത് നിർദ്ദേശമാണ് തരാൻ പോകുന്നതെന്നല്ലേ. അപ്പോൾ അതിനെ ഫോക്കസ്ഡ് ലിസണിങ് എന്നാണ് പറയുന്നത്. എന്നാൽ ഫോക്കസ് ലിസണിങ്ങിൻ്റെ ഒരു അഡ്വാൻസ് വെർഷനാണ് ഇൻറ്റൻസീവ് ലിസണിങ്. അതായത് നമ്മൾ ശ്രദ്ധാപൂർവ്വം കേൾക്കുന്നത് മാത്രമല്ല, ഓരോരോ ഡീറ്റെയിലായിട്ട് കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ, എന്നുവെച്ചാൽ എന്താണ് പറയുന്നത് വളരെ വിശദമായിട്ട് വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഇൻറ്റൻസീവ് ലിസണിങ് എന്ന് പറയും. ആ വേർഡ് തന്നെ ഇൻറ്റൻസായിട്ട് കേൾക്കുക. ഇപ്പോൾ ഡോക്ടർ നമ്മളെ ഒന്ന് ഡയഗ്നോസ് ചെയ്തിട്ട് നമ്മളെ ഒന്ന് നോക്കിയിട്ട് എന്താണ് അവരുടെ ഡയഗ്നോസിസ് എന്താണ് എന്ന് പറയുകയാണ് അല്ലേ. എന്താണ് പ്രിസ്ക്രിപ്ഷൻ, ഈ മരുന്ന് ഇന്നത് കഴിക്കണം, ഇന്ന പ്രോബ്ലം നിങ്ങൾക്കുണ്ട് എന്ന് പറയുമ്പം നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം കേട്ടുകൊണ്ടിരിക്കും ഡോക്ടർ എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത് എന്നുള്ളതല്ലേ. അപ്പോൾ അതെന്ന് പറയുന്നത് ഇൻറ്റൻസീവ് ലിസണിങ്ങിന് ഉദാഹരണമാണ്. എന്നാൽ എക്സ്റ്റെൻസീവ് ലിസണിങ് ഉണ്ട്. എന്താണ്, ഒരു ജനറൽ ഐഡിയ കിട്ടാനായിട്ട്, ഒരു ജിസ്റ്റ് കിട്ടാനായിട്ട് നമുക്ക് ചെയ്യുവാണെങ്കിൽ എക്സ്റ്റെൻസീവ് ലിസണിങ് എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് എന്താ പറയുക, നമുക്ക് വലിയ നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടോണ്ടിരിക്കണം. നമ്മുടെ വീടുകളിലൊക്കെ അമ്മമാരൊക്കെ റേഡിയോ ഒക്കെ ഓണാക്കി വെച്ചിട്ട് ജോലി ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ പാട്ട് കേട്ടോ, ടി വി ഓണാക്കി സീരിയലിൻ്റെ ഓഡിയോ ഓണാക്കി വെച്ചിട്ട് അടുക്കളയിൽ പോയി ജോലി ചെയ്യുന്നു. അപ്പം നമ്മൾ കേൾക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുമുണ്ട്. അപ്പോൾ എന്താണ്, ഫുള്ളായിട്ട് നമ്മൾ ചെയ്യേണ്ട നിർബന്ധമൊന്നുമില്ല, ഫുള്ളായിട്ട് അത് കോൺസെൻട്രേറ്റ് നിർബന്ധവുമില്ല, എന്നാൽ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുമുണ്ട്. അപ്പോൾ അത്തരം ടൈപ്പ് ഓഫ് ലിസണിങ് ആണെങ്കിൽ എക്സ്റ്റെൻസീവ് ലിസണിങ് എന്നാണ് പറയാറുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ടൈപ്സ് ഓഫ് ലിസണിങ്ങിൽ കാഷ്വൽ ലിസണിങ് ഉണ്ട്. എന്താണ്, പ്രത്യേകിച്ച് യാതൊരു വിധ ലക്ഷ്യവുമില്ലാതെ നമ്മൾ സൗണ്ട് കേട്ടുകൊണ്ട് നമ്മൾ റിസീവ് ചെയ്തു മാത്രമുള്ള രീതിയിൽ ലിസണിങ് ആണെങ്കിൽ കാഷ്വൽ ലിസണിങ് എന്നാണ് പറയുക. എന്നാൽ നമുക്ക് വേണ്ട ഒരു ഇൻഫർമേഷൻ ഏതാണ് എന്ന് അറിയാൻ വേണ്ടി ശ്രദ്ധാപൂർവ്വം കേൾക്കുകയാണെങ്കിൽ ഫോക്കസ് ലിസണിങ് എന്ന് പറയും. എന്നാൽ വളരെ തീവ്രമായിട്ട് എന്താണോ പറയുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനെ കോംപ്രിഹെൻഡ് ചെയ്യാനുള്ള ലക്ഷ്യത്തോടെ കേൾക്കുകയാണെങ്കിൽ അതിനെ ഇൻറ്റൻസീവ് ലിസണിങ് എന്ന് പറയും. എന്നാൽ എന്താ പറയുക, നമ്മളത് കേൾക്കുന്നുമുണ്ട്, കാരണം മനസ്സിലാക്കുന്നുമുണ്ട്, എന്നാൽ ഫുള്ളി അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതല്ല എന്നുണ്ടെങ്കിൽ അതിനെ എക്സ്റ്റെൻസീവ് ലിസണിങ് എന്നാണ് പറയാറുള്ളത്. ഇനി നമ്മുടെ സിലബസ് എടുത്ത് പറഞ്ഞ ടേമാണ് സബ് സ്കിൽസ്. ഓരോ സ്കില്ലിൻ്റെയും LSRWൻ്റെ ഓരോ സ്കില്ലിൻ്റെയും സബ് സ്കിൽ ഏതൊക്കെയാണ് എന്നുള്ളത്. ലിസണിങ്ങിൻ്റെ സബ് സ്കിൽ ഏതൊക്കെയാണെന്ന് നോക്കിയോ. ഐഡൻറ്റിഫൈ ദ സൗണ്ട്, ശബ്ദം തിരിച്ചറിയുക, വാക്കുകളുടെ ഡിസ്റ്റിങ്വിഷ് വേർഡ് ബൗണ്ടറീസ്, ഓക്കെ. അതുപോലെ എന്താണ്, വേർഡ് ഓർഡർ പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്യുക, ഒരു വാക്കിൻ്റെ സ്ട്രെസ്സ്, റിതം, ഇൻറ്റോണേഷൻ തിരിച്ചറിയുക, ഐഡൻറ്റിഫൈ ഇൻഫർമേഷൻ അല്ലെ വിവരം തിരിച്ചറിയുക, ഇമോഷണൽ ടോണ് തിരിച്ചറിയുക. അപ്പം നമ്മൾ ലിസണിങ് എന്ന് പറയുന്ന ഒരു സ്കില്ല് എടുക്കുകയാണെങ്കിൽ അതിന് സബ് സ്കില്ലുകളുണ്ട്. എത്ര എണ്ണം ഉണ്ട്? അതിന് 6 സബ് സ്കില്ലുകളുണ്ട്. ശബ്ദത്തെ തിരിച്ചറിയുക, ഇമോഷണൽ ടോണിനെ തിരിച്ചറിയുക, പാസീവ് ഉദ്ദേശിക്കുന്ന വിവരത്തെ മനസ്സിലാക്കുക, സ്ട്രെസ്സും റിതമും
ഇൻറ്റോണേഷനും തിരിച്ചറിയുക, അതുപോലെ വേർഡ് ഓർഡർ പാറ്റേൺ തിരിച്ചറിയുക, അതുപോലെ തന്നെ എന്താണ് വാക്കുകളുടെ ബൗണ്ടറീസ് തിരിച്ചറിയുക തുടങ്ങിയവയാണ് ഈ സബ് സ്കിൽസ് ഓഫ് ലിസണിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വ്യക്തമായി പഠിക്കണം. കാര്യം നമ്മുടെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, സബ് സ്കിൽസ് പ്രത്യേകം പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4 സ്കില്ലിൻ്റെയും സബ് സ്കില്ലുകൾ നമ്മൾ പറയുന്നുണ്ട്. ആ 4 സ്കില്ലിൻ്റെയും സബ് സ്കില്ല് നിങ്ങൾ പഠിക്കണം. ഇനി നമുക്ക് ലിസണിങ് ടെക്നിക്സ് ഉണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട ഒന്നുമല്ല, നല്ല സ്പീച്ച് മോഡൽ കേൾക്കുക, നല്ല റേഡിയോ കേൾക്കുക, ഇതൊക്കെ ലിസണിങ് സ്റ്റോറീസ്, ലിസണിങ് റൈംസ്, ലിസണിങ് ഇംഗ്ലീഷ് കോൺവെർസേഷൻ, അതായത് നമ്മുടെ ലിസണിങ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള മെത്തേഡ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ സാമാന്യമായിട്ട് നിങ്ങൾക്ക് ഇതുവരെയുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചുള്ള യുക്തിയിൽ അങ്ങ് ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. അത് വളരെ എക്സാക്റ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ലിസണിങ് ടെക്നിക്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് ഭയങ്കരമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ സബ് സ്കില്ലുകളും ടൈപ്സ് ഓഫ് ലിസണിങ്ങും വ്യക്തമായിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ടെസ്റ്റ് ലിസണിങ് ടെസ്റ്റ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ എന്താണ്? ആസ് ടു ഫോളോ ഡയറക്ഷൻസ്, അല്ലേ, നിർദ്ദേശങ്ങൾ പാലിക്കാൻ പറ്റുമോ ചോദിക്കുക. അതുപോലെ എന്താണ് ഒരു ഓറൽ പ്രസൻറ്റേഷൻ നടത്തിയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതുപോലെ എന്താണ് എന്തെങ്കിലും നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടത് ശരിയാണോ തെറ്റാണോ, ട്രൂ ഓർ ഫാൾസ് ആണോ എന്ന് ചോദിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മാർഗ്ഗങ്ങൾ, ഇതൊക്കെ നമ്മൾ നോർമലി ഒരു ലിസണിങ്ങിനെ കുറിച്ച് പറയുന്നതേ ഉള്ളൂ. എന്താ പറയുക, അത് വലിയ പ്രാധാന്യമുള്ളതല്ല. ലിസണിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ HSAയുടെ ഒരു ചിന്താഗതിയിൽ നോക്കുമ്പോൾ എന്താണ് സബ് സ്കില്ലുകൾ എന്താണ് പഠിക്കുക, ടൈപ്സ് ഓഫ് ലിസണിങ്, അല്ലേ, ടൈപ്സ് ഓഫ് ലിസണിങ് എന്താണ് കാഷ്വൽ, ഫോക്കസ്ഡ്, ഇൻറ്റൻസീവ്, എക്സ്റ്റെൻസീവ്, ഈ 4 ഏതാണെന്ന് തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുക. പ്രധാനപ്പെട്ട ഏരിയ ആണ്. അപ്പോൾ ഇതാണ് ലിസണിങ്ങിനെ കുറിച്ച് വിശദമായിട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ സ്പീക്കിങ്ങിലേക്ക് വരുവാകുമ്പം ഇറ്റ് ഇൻവോൾവ്സ് യൂസിങ് കറക്റ്റ് റൂൾസ് ഓഫ് ഗ്രാമർ, ആക്യുറേറ്റ് പ്രൊനൗൺസിയേഷൻ, ഇൻറ്റോണേഷൻ, ജെസ്റ്റേഴ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻ. അപ്പോൾ എന്താണ് ആക്യുറേറ്റ് പ്രൊനൗൺസിയേഷൻ വരുന്നുണ്ട്, റൂൾസ് ഓഫ് ഗ്രാമർ റെഡി ആയിരിക്കണം, ഇൻറ്റോണേഷൻ കറക്റ്റ് ആയിരിക്കണം, ജെസ്റ്റേഴ്സ് കറക്റ്റ് ആയിരിക്കണം, ഫേഷ്യൽ എക്സ്പ്രഷൻ കറക്റ്റ് ആയിരിക്കണം. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഒരു സ്പീക്കിംഗ് കോംപ്രിഹെൻഷൻ കൃത്യമായി നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്പീക്കിംഗ് സ്കിൽ നന്നായിട്ട് ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഇതെല്ലാം വരുമ്പോഴാണ്. അപ്പോൾ സ്പീക്കിംഗ് എന്ന് പറയുന്നത് നമ്മളെന്താ പറയുക, അത് ഓറൽ പ്രസൻറ്റേഷൻ മാത്രമല്ല, അവിടെ എന്താണ് റൂൾസ് ഓഫ് ഗ്രാമർ ഫോളോ ചെയ്തിരിക്കണം, ആക്യുറേറ്റ് പ്രൊനൗൺസിയേഷൻ ഫോളോ ചെയ്തിരിക്കണം, ഇൻറ്റോണേഷൻ കറക്റ്റ് ആയിരിക്കണം, ജെസ്റ്റേഴ്സ് കറക്റ്റ് ആയിരിക്കണം, ഫേഷ്യൽ എക്സ്പ്രഷൻ കറക്റ്റ് ആയിരിക്കണം. എങ്കിലേ അത് സ്പീക്കിംഗ് സ്കില്ല് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്തു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെയും നമ്മൾ എന്ത് പഠിക്കണം? സബ് സ്കിൽ ഓഫ് സ്പീക്കിംഗ് വൃത്തിയായിട്ട് പഠിക്കണം. അപ്പോൾ ഏതാണ് സബ് സ്കിൽ എന്ന് നോക്കാം. പ്രൊഡ്യൂസ് മീനിങ് ഫുൾ സൗണ്ട്, അല്ലേ, അർത്ഥവത്തായ ശബ്ദം പുറപ്പെടുവിക്കുക, അല്ലെ, വാക്യങ്ങൾ പുറപ്പെടുവിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സബ് സ്കില്ലായിട്ട് പറയുന്നത്. യൂസ് സ്ട്രെസ്, റിഥം ആൻഡ് ഇൻറ്റോണേഷൻ. യൂസ് കറക്റ്റ് സ്ട്രെസ്സും റിഥമും ഇൻറ്റോണേഷനും കറക്റ്റായിട്ട് ഉപയോഗിക്കുക. അതുപോലെ എന്താണ് വാക്കുകളുടെ കറക്റ്റ് ഫോം ഓഫ് വേർഡ്സ് കൃത്യമായിട്ട് ഉപയോഗിക്കുക. അതുപോലെ കറക്റ്റ് വേർഡ് ഓർഡറിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതുപോലെ എന്താണ് കൃത്യമായ വൊക്കാബുലറി ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. വിവരം കൃത്യമായി കൺവേ ചെയ്യാൻ സാധിക്കുക. മേക്ക് മെയിൻ ഐഡിയ സ്റ്റാൻഡ് ഔട്ട് ഫ്രം ദ സപ്പോർട്ടിങ് ഡീറ്റെയിൽസ്. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാന ആശയം കൃത്യമായിട്ട് തിരിച്ചറിയാവുന്ന രീതിയിൽ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുക. ഇതൊക്കെ എന്താണ് ഇതിൻ്റെ സബ് സ്കില്ലാണ്. അപ്പോൾ ഇത് ഏതൊക്കെ സബ് സ്കില്ലുകളാണ് എന്ന് വ്യക്തമായിട്ട് നിങ്ങളൊന്ന് പഠിച്ചിരിക്കണം. കാണാതെ പഠിക്കണമെന്നും ഞാൻ പറയില്ല. കാര്യം ഇത് കാണാതെ പഠിക്കേണ്ടത് നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചാൽ നമുക്ക് എഴുതാനുള്ള കാര്യമുള്ളൂ. കാര്യം സ്പീക്കിംഗ് കൊണ്ട് എന്തൊക്കെ അർത്ഥമാക്കുന്നു എന്നുള്ളതാണ് ഓരോ സബ് സ്കില്ലും, അല്ല, ഓരോ സ്കില്ല് കൊണ്ട് എന്ത് അർത്ഥമാക്കുന്നു എന്നുള്ളതാണ് സബ് സ്കില്ല് എന്ന് വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ സബ് സ്കിൽ ഓഫ് സ്പീക്കിംഗ് എടുക്കുക എന്ന് പറയുന്നതാണ് മീനിങ് ഫുൾ ശബ്ദം, മീനിങ് ഫുൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക. അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു സ്പീക്കിങ്ങിൻ്റെ ലക്ഷ്യം തന്നെയാണ്, അല്ലേ. പിന്നെന്താണ് കൃത്യമായ സ്ട്രെസ്സും റിഥമും ഇൻറ്റോണേഷൻ കറക്റ്റ് ചെയ്യുക, കറക്റ്റ് ഫോം ഓഫ് വേർഡ്, വൊക്കാബുലറി, വേർഡ് ഓർഡർ, അതുപോലെ ഇൻഫർമേഷൻ കൃത്യമായി കൺവേ ചെയ്യാൻ സാധിക്കുക. അതുപോലെ എന്താണ് സപ്പോർട്ടിങ് ഡീറ്റെയിൽസ് വെച്ച് കൃത്യമായിട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മെയിൻ ഐഡിയ, അതിലെ പ്രധാന ആശയത്തെ വ്യക്തതയോടെയും മറ്റ് ആശയങ്ങൾ വ്യത്യസ്തമായിട്ട് മാറി നിന്നും കൃത്യമായിട്ട് കൺവേ ചെയ്യാനായിട്ട് സാധിക്കുക. അതായത് നമ്മൾ ചില ആൾക്കാരൊക്കെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും, പക്ഷേ എന്താണ് അതിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യം മാത്രം പറയാതെ വരും. അപ്പോൾ സ്പീക്കിംഗ് അവിടെ എഫക്റ്റീവ് അല്ല, അല്ലേ. പറയാൻ ഉദ്ദേശിച്ച കാര്യം പറഞ്ഞില്ലേ പിന്നെ എന്താണ് പറയുക, അതിനർത്ഥമുണ്ടോ? ഇല്ല. അപ്പം സ്പീക്കിംഗ് എഫക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ മെയിൻ പ്രധാന ആശയം വ്യക്തമായിട്ട് കൺവേ ചെയ്യാനായിട്ട് സാധിക്കണം. ഇനി നമ്മൾക്കറിയാം എന്താണ് ടെക്നിക്സ് ഫോർ ഡെവലപ്പിംഗ് സ്പീക്കിംഗ് സ്കിൽ, അല്ലേ. ഡിസ്കഷൻ, എക്സാമ്പിൾ, റോൾ പ്ലേ, ഡയലോഗ്, ഓറൽ കോമ്പോസിഷൻ, സ്റ്റോറി ടെല്ലിംഗ്, ഡിബേറ്റ്, ലാംഗ്വേജ് ഗെയിംസ്, പിന്നെ റീഡിങ് അലൗഡ്. ഇതൊക്കെ തന്നെ എന്താണ് ഈ പറയുന്ന സ്പീക്കിംഗ് സ്കില്ലുകൾ ഇമ്പ്രൂവ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട മാർഗ്ഗങ്ങളാണ്.
ഇനി നമുക്ക് പ്രധാനപ്പെട്ട മറ്റൊരു സ്കില്ലിലേക്ക് പോകാൻ ഒരുപാട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ആണ് റീഡിങ് സ്കില്ലെന്ന് പറഞ്ഞാൽ. എന്താ റീഡിംഗ് എന്ന് പറഞ്ഞാൽ? റീഡിങ് മീൻസ് ഡീകോഡിങ് റിട്ടേൺ ഓർ പ്രിൻറ്റഡ് സിമ്പിൾസ് അല്ലേ. റീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു ഡീകോഡിങ് റിട്ടേൺ ഓർ പ്രിൻറ്റഡ് ആയിട്ടുള്ള സിമ്പിൾസിനെ ഡീകോഡ് ചെയ്യുന്ന പ്രോസസ്സിനാണ് റീഡിംഗ് എന്ന് പറയുന്നത്. റീഡിങ് ഒരു 3 എലമെൻറ്റുമായി ബന്ധപ്പെടുത്തി നമ്മൾ പറയാറുള്ളത് 3 എന്നാണ് പറയുക. ഏതൊക്കെയാണെന്നറിയാവുന്നത്? സിമ്പിൾ, സൗണ്ട് ആൻഡ് ദ സെൻസ്. They are the symbol, sound and the sense. It consists of 3 S's. In silent reading 1 S is dropped. Dropped. അതായത് സൈലൻറ്റ് റീഡിങ്ങിൽ ഒരു എസ് അവിടെ ഉണ്ടാവില്ല അല്ലേ. അപ്പം റീഡിങ്ങിനെ കുറിച്ച് പറയുന്നത് 3 എസ്സുകളുടെ കോമ്പിനേഷനായിട്ടാണ് പറയുന്നത്. എന്തൊക്കെയാണ്? ഡീകോഡിങ് ദ സിമ്പിൾ എന്ന അർത്ഥത്തിൽ സിമ്പിൾ, സൗണ്ട് ആൻഡ് ദ സെൻസ് അല്ലേ. ഡീകോഡിങ് ദ സിമ്പിൾ, സൗണ്ട് ആൻഡ് ദ സെൻസ്. അപ്പം നമ്മൾ സൈലൻറ്റ് റീഡിങ്ങിലാണെങ്കിൽ സൗണ്ട് എന്ന് പറയുന്ന ആ ഒരു പോർഷൻ അവിടെ കാണത്തില്ല. അപ്പം നമ്മൾ റീഡിങ്ങിനെ കുറിച്ച് പറയുന്നത് എന്താണ്? പ്രധാനപ്പെട്ട ഒരു സ്കില്ല് തന്നെയാണ്. അതായത് അത് നമ്മൾ ഡീകോഡിങ് റിട്ടേൺ ഓർ പ്രിൻറ്റഡ് സിമ്പിൾസ് എന്നാണ് അതിൻ്റെ ഒരു ബേസിക് ഡെഫിനേഷനായിട്ട് വരുന്നത്. 3 എസ്സുകളുടെ ഒരു കോമ്പിനേഷനായിട്ടാണ് നമ്മൾ റീഡിങ്ങിനെ പറയാറുള്ളത്. ഏതൊക്കെയാണത്? അത് സിമ്പിൾ, സൗണ്ട് ആൻഡ് ദ സെൻസ്. സിമ്പിൾ, സൗണ്ട് ആൻഡ് ദ സെൻസ് എന്നാണ് പറയുന്നത്. സൈലൻറ്റ് റീഡിങ്ങിൽ എന്ത് വരുന്നില്ല? അവിടെ സൗണ്ട് ഉണ്ടാവുകയില്ല. അത് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആ ഡെഫിനേഷൻ ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി സബ് സ്കിൽസ് ഓഫ് റീഡിങ് ഏതൊക്കെയാണ്? നമുക്കെന്താ? റെക്കഗ്നൈസ്ഡ് സ്ക്രിപ്റ്റ് മനസ്സിലാക്കാൻ സാധിക്കുക, റെക്കഗ്നൈസ്ഡ് വൊക്കാബുലറി മനസ്സിലാക്കാൻ സാധിക്കുക, സിനാക്റ്റിക് പാറ്റേൺസ് മനസ്സിലാക്കാൻ സാധിക്കുക, എലിസിഡ് മെയിൻ പോയിൻറ്റ്സ് ക്ലിയർ ആക്കാൻ ശ്രമിക്കുക. അതുപോലെ എന്താണ്? ഡിസ്റ്റിങ്വിഷ് ദ മെയിൻ ഐഡിയ ഫ്രം ദ സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസ്. അതുപോലെ എന്താണ്? ഐഡൻറ്റിഫൈ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ റൈറ്റർ. അത് പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ് സബ് സ്കില്ലിൽ വരുന്നത്. നമ്മൾ പെട്ടെന്ന് ഓർക്കാത്ത ഒരു പോയിൻ്റാണ് ഈ പറയുന്നത്. സബ് സ്കിൽസ് ഓഫ് റീഡിങ്ങിൽ ഐഡൻറ്റിഫൈ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ റൈറ്റർ പ്രധാനപ്പെട്ടൊരു സബ് സ്കില്ലാണ്. അത് പഠിച്ചിരിക്കണം. എന്താണ്? റെക്കഗ്നൈസ് ദ സ്ക്രിപ്റ്റ്, റെക്കഗ്നൈസ് ദ വൊക്കാബുലറി, റെക്കഗ്നൈസ് ദ സിനാക്റ്റിക് പാറ്റേൺ, അല്ലെങ്കിൽ എൽസ് ദ മെയിൻ പോയിൻറ്റ്സ്, ഡിസ്റ്റിങ്വിഷ് മെയിൻ ഐഡിയ ഫ്രം സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, കുഴപ്പമില്ല, ഓർത്തിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇത് ഓർത്തിരിക്കുക. ഐഡൻറ്റിഫൈ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ റൈറ്റർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. തീർച്ചയായിട്ടും എന്താണ്? അത് പലപ്പോഴും നമുക്ക് പെട്ടെന്ന് ഓർക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സബ് സ്കിൽ നമുക്ക് എന്തിനുണ്ട്? റീഡിങ്ങിനുണ്ടെന്ന് ഓർത്തിരിക്കുക. അതായത് ഒരു സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത്, ഒരു കഥയോ ഒരു കവിതയോ ഒക്കെ വായിക്കുന്ന സമയത്ത് ആ ഓതറിൻ്റെ, റൈറ്ററിൻ്റെ, അയാളുടെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ള റീഡിങ്ങിൻ്റെ ഒരു സബ് സ്കില്ലാണ് എന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി 1-2 പ്രധാനപ്പെട്ട ടേമുകൾ വരുന്നൊരു മേഖലയാണ് ഈ എന്താ പറയുക റീഡിംഗ് എന്ന് പറയുമ്പോൾ. അതായത് റീഡിങ് പ്രധാനപ്പെട്ട 1-2 ടേംസ് ഡിസ്കസ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഒന്ന് നമുക്കറിയാം എന്താണ്? കണ്ണുകൾ. നമ്മുടെ കണ്ണുകൾ നമ്മൾ ഒരു കാര്യങ്ങൾ വായിക്കുന്ന സമയത്ത് വൈൽ റീഡിങ് എ പേഴ്സൺസ് ഐസ് മൂവ്സ് ബൈ എ സീരീസ് ഓഫ് ജംപ്സ് സെപ്പറേറ്റഡ് ബൈ ഷോർട്ട് സ്റ്റോപ്സ് അല്ലേ. നമ്മളിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും, ഒരു പ്രത്യേക സ്ഥലത്ത് പോയി നിൽക്കും, വീണ്ടും വായിക്കും അല്ലേ. അപ്പോൾ നമ്മളെ കണ്ണിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടല്ലേ, എന്താണ്? വൈൽ റീഡിങ് എ പേഴ്സൺസ് ഐസ് മൂവ് ബൈ എ സീരീസ് ഓഫ് ജംപ്സ് സെപ്പറേറ്റഡ് ബൈ ഷോർട്ട് സ്റ്റോപ്സ് അല്ലേ. നമ്മളിങ്ങനെ വായിക്കുമ്പോൾ ഇങ്ങനെ കണ്ണിങ്ങനെ അനങ്ങും, ചില ആ മൂവ്മെൻറ്റ് ചെന്ന് നിൽക്കും, പിന്നെ നമ്മൾ ഇങ്ങനെ നോക്കും, പിന്നെ നിൽക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ആ നിൽക്കുന്ന സമയത്ത് ആ നിൽക്കുന്ന സ്റ്റോപ്പിനെ പറയുന്ന പേരാണ് ഫിക്സേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കണ്ണിങ്ങനെ മൂവ് ചെയ്ത് ഒറ്റ വട്ടം നമ്മൾ നോക്കുമ്പം എത്ര ഏരിയയിൽ കണ്ണ് കവർ ചെയ്യുന്നോ അവിടെയാണ് നമ്മൾ നിൽക്കുക. ആ ഏരിയ കവറായിട്ടായിരിക്കും അവിടെ സ്റ്റോപ്പ് ആവുക. ആ സ്റ്റോപ്പിനെ ഫിക്സേഷൻ എന്ന് പറയും. അങ്ങനെയുള്ള 2 ഫിക്സേഷൻ ഇടയ്ക്കുള്ള സമയമാണ് റീഡിങ് ഉണ്ടാവുക, റീഡിങ് ടേക്ക് പ്ലേസ് ചെയ്യുക. മനസ്സിലായില്ലേ? അതായത് ഒരു ഫിക്സേഷൻ കഴിഞ്ഞ് അടുത്ത ഫിക്സേഷൻ ഇടയ്ക്കെന്നുള്ള ആ ഒരു സമയത്തെയാണ് എന്താ പറയുക റീഡിങ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആ ഒരു ഫിക്സേഷനും അടുത്ത ഫിക്സേഷനും ഇടയ്ക്ക് എത്രമാത്രം വാക്കുകളെ നമുക്ക് എന്താ പറയുക മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നതിനെയാണ് എന്താ പറയുക അതിന് ഐ സ്പാൻ എന്ന് പറയുന്നത്. അതായത് 2 ഫിക്സേഷൻ ഇടയ്ക്ക് നമ്മുടെ കണ്ണുകൾ മൂവ് ചെയ്ത് എത്ര വാക്കുകളെയാണ് നമ്മൾ കവർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് എന്താണ് ഐ സ്പാൻ എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ് ഐ സ്പാൻ ഇസ് ദ ലെങ്ത് ബിറ്റ്വീൻ ഫിക്സേഷൻ അല്ലേ. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മൾ നല്ലൊരു റീഡർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഐ സ്പാൻ വളരെ വലുതായിരിക്കും. അപ്പോൾ നമുക്കറിയാം ഇങ്ങനെ വായിക്കുമ്പോൾ ഒറ്റയടിക്ക് ഒരു നല്ലൊരു ഏരിയ കവർ ആവുകയാണെങ്കിൽ, അതായത് നമ്മുടെ 2 ഫിക്സേഷനിൽ തമ്മിലുള്ള ലെങ്ത് വളരെ കൂടുതലാണെങ്കിൽ നമ്മുടെ ഐ സ്പാൻ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും?
നമുക്ക് നല്ല ഒരു രീതിയിലുള്ള നമ്മുടെ ഫിക്സേഷൻ്റെ ലെങ്ത് കൂടുന്നു, ഐ സ്പാൻ കൂടുന്നു, നമ്മുടെ റീഡിങ് കോംപ്രിഹെൻഷൻ വളരെ വലുതായിരിക്കും അല്ലെ, കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ നല്ല ഫ്ലുവൻറ്റ് റീഡറാണ് എങ്കിൽ എന്താണ്, നമ്മുടെ ഐ സ്പാൻ വളരെ ലോങ്ങർ ആയിരിക്കും. അപ്പോൾ ആ ടേം ഓർത്തിരിക്കുക. നമ്മളിങ്ങനെ ഒരു വൈൽ റീഡിങ് എ പേഴ്സൺസ് ഐസ് മൂവ് ബൈ എ സീരീസ് ഓഫ് ജെംസ് സെപ്പറേറ്റഡ് ബൈ ഷോർട്ട് സ്റ്റോപ്സ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ മൂവ് ചെയ്ത് പോയി നിൽക്കും, വീണ്ടും മൂവ് ചെയ്യും, വീണ്ടും നിൽക്കും, അങ്ങനെയാണ് പോവുക വായിക്കുമ്പോൾ. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അങ്ങനെ നമ്മളിങ്ങനെ ഒറ്റവട്ടം നോക്കിയിട്ട് എവിടെയാണോ നിൽക്കുന്നത് ആ പോയിന്റിനെ പറയുന്ന പേരാണ്, ആ ഷോർട്ട് സ്റ്റോപ്പിനെ പറയുന്ന പേരാണ് ഫിക്സേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഫിക്സേഷൻ കഴിഞ്ഞു വീണ്ടും റീഡിങ് സ്റ്റാർട്ട് ചെയ്തു, അടുത്ത ഫിക്സേഷൻ അടുത്ത സ്റ്റോപ്പിൽ പോയി നിൽക്കുന്നതിനിടയ്ക്ക് എത്ര ഏരിയ കവർ ചെയ്തു എന്നുള്ളതിനാണ് ഐ സ്പാൻ എന്ന് പറയുന്നത്. അതായത് രണ്ട് ഫിക്സേഷൻ ഇടയ്ക്കുള്ള ഐയുടെ കണ്ണിൻ്റെ മൂവ്മെൻറ്റിൻ്റെയാണ് ഐ സ്പാൻ എന്ന് പറയുന്നത്. ഈ ഐ സ്പാൻ എത്ര വലുതാവുന്നു അതിനനുസരിച്ച് നമ്മളെന്താ ചെയ്യും, നമ്മുടെ റീഡിങ് കൂടുതൽ ഫ്ലുവൻ്റ് ആയിരിക്കും, നമ്മുടെ റീഡിങ് കോംപ്രിഹെൻഷൻ വളരെ വലുതായിരിക്കും. കാര്യം ഐ സ്പാൻ വലുതാവുന്നതനുസരിച്ച് നമ്മുടെ റീഡിങ് കപ്പാസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ എന്താണ് ഫിക്സേഷൻ? വായന നടക്കുന്ന സമയത്ത് എന്താണ്, പേഴ്സൺസ് ഐ മൂവ്സ് ബൈ എ സീരീസ് ഓഫ് ജെംസ് സെപ്പറേറ്റഡ് ബൈ ഷോർട്ട് സ്റ്റോപ്പ്. ദീസ് സ്റ്റോപ്പ് ഈസ് കാൾഡ് ഫിക്സേഷൻ എന്ന് പറയുന്നു. ഓക്കെ, ദ നമ്പർ ഓഫ് വേർഡ്സ് ഇൻ വൺ കംപ്ലീറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ ഐ ഈസ് കാൾഡ് ഐ സ്പാൻ അല്ലേ. ഒറ്റ മൂവ്മെൻറ്റ് നമ്മൾ എന്താ പറയുക, നമ്മൾ എത്ര വാക്കുകൾ ആ ഒരു ഒറ്റ മൂവ്മെൻറ്റിൽ നമ്മൾ എത്ര വാക്കുകൾ റീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഐ സ്പാൻ എന്ന് പറയുന്നത്. മറ്റൊരു രീതിയിൽ വിശദീകരിച്ച് എങ്ങനെ സാധിക്കും, ഒരു രണ്ട് ഫിക്സേഷൻ ഇടയ്ക്കുള്ള ലെങ്തിനെയാണ് നമ്മളെന്ത് പറയുക, ഐ സ്പാൻ എന്ന് പറയുക. ഐ സ്പാൻ കൂടുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും, തീർച്ചയായിട്ടും റീഡിങ് കോമ്പറ്റിബിലിറ്റി കൂടിക്കൊണ്ടേയിരിക്കും. ഇനി നമുക്ക് റീഡിങ്ങിൻ്റെ പ്രോസസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് റീഡിങ്ങിൻ്റെ പ്രോസസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ, റെക്കഗ്നിഷൻ സ്റ്റേജ്, സ്ട്രക്ചറിങ് സ്റ്റേജ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ സ്റ്റേജ് എന്ന 3 സ്റ്റേജ് വഴിയാണ് റീഡിങ് നടക്കുന്നത്. അതായത് നമ്മൾ വായിക്കുന്ന സമയത്ത് എന്താണ്, ലേണർ സിംപിളി റെക്കഗ്നൈസസ് സ്പോക്കൺ വേർഡ് ഇൻ ഇസ് റിട്ടേൺ ഓർ പ്രിൻറ്റഡ് ഫോം എന്ന് പറയാം അല്ലേ. ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ച് ഒന്ന് പെട്ടെന്ന് ക്ലിയർ ആവുന്നല്ലേ, ആ വാക്ക് ഏതൊക്കെയാണ് അല്ലെ സെൻറ്റൻസ് ഏതാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു ഘട്ടമുണ്ട്, അതിന് റെക്കഗ്നീഷൻ സ്റ്റേജ് എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് അത് തമ്മിലുള്ള സിൻറ്റാക്റ്റിക് റിലേഷൻഷിപ്പ് പ്രൂവ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് എന്താണ്, അത് ആ വാക്കുകളുടെ അർത്ഥം എന്താണെന്ന് തിരിച്ചറിയുന്ന ഘട്ടമാണ് സ്ട്രക്ചറിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി ആ അർത്ഥം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ആശയം എന്താണത് പറയാൻ പോയത്, അല്ലെങ്കിൽ ആ വാക്യങ്ങൾ കൊണ്ട് എന്താണ് പറയാൻ പോയത്, അല്ലെങ്കിൽ എന്താണ് ആ റൈറ്ററിൻ്റെ മൂഡ് അല്ലെ റൈറ്ററിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് തിരിച്ചറിയുന്ന ഘട്ടമാണ് ഇൻ്റർപ്രിട്ടേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് 3 ഘട്ടമാണ് നമുക്കുള്ളത്. 1 റെക്കഗ്നിഷൻ സ്റ്റേജ്, 2 സ്ട്രക്ചറിങ് സ്റ്റേജ്, 3 ഇൻ്റർപ്രിട്ടേഷൻ സ്റ്റേജ്. റെക്കഗ്നിഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ സിമ്പിൾ റെക്കഗ്നൈസ് വേർഡ്സും പ്രിൻറ്റഡ് സ്ക്രിപ്റ്റും തിരിച്ചറിയുന്ന ഘട്ടമാണ്. രണ്ടാമത് എന്താണ്, അത് ആ വാക്കുകളുടെ സിൻറ്റാക്റ്റിക് റിലേഷൻഷിപ്പ് തിരിച്ചറിയുന്ന ഘട്ടമാണ് സ്ട്രക്ചറിങ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ. ഇനി അതിൻ്റെ യഥാർത്ഥ ആശയം എന്താണ് അതിൻ്റെ മീനിങ് എന്താണ്, റിലേഷൻ എന്താണ്, ആ റൈറ്റർ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്, എന്ത് ആശയമാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ എന്താണ് റൈറ്ററിൻ്റെ മൂഡ് എന്താ, റൈറ്ററിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്, അല്ലെങ്കിൽ എന്ത് ഒപ്പീനിയൻ അല്ലെ എന്ത് ഫാക്റ്റാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ കോംപ്രഹെൻഡ് ചെയ്യുന്ന ഘട്ടത്തെയാണ് ഇൻ്റർപ്രിട്ടേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഒരു 3 ഘട്ടത്തിലൂടെയാണ് റീഡിങ് കടന്നു പോകുന്നത്. ഒന്ന് വാക്കുകൾ ഏതൊക്കെയാണ് സിംപ്ലി റെക്കഗ്നൈസ് ചെയ്യുന്ന ഘട്ടമാണ് റെക്കഗ്നേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ സ്ട്രക്ചറിങ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇത് നമ്മൾ ഈ ഐറ്റംസ് വാക്കുകൾ തമ്മിലുള്ള സിൻറ്റാക്റ്റിക് റിലേഷൻഷിപ്പ് തിരിച്ചറിയുന്ന ഘട്ടമാണ് സ്ട്രക്ചറിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. എന്നാൽ ലേണർ കൃത്യമായി കോംപ്രഹെൻഡ് ചെയ്യുന്നു. എന്താണ് കോംപ്രഹെൻഡ് ചെയ്യുന്നത്, എന്താണ് ആ ഒരു സ്ക്രിപ്റ്റ് മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ്, അല്ലെങ്കിൽ റൈറ്ററുടെ ഒപ്പീനിയൻ, റൈറ്റർ എന്ത് ഒപ്പീനിയനാണ്, അല്ലെങ്കിൽ റൈറ്റർ എന്ത് ആശയമാണ് മുന്നോട്ട് വെക്കുന്നത്, എന്ത് ഫാക്റ്റാണ് മുന്നോട്ട് വെക്കുന്നത്, എന്ത് ആറ്റിറ്റ്യൂഡാണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് തിരിച്ചറിയുന്ന ഘട്ടമാണ് ഇൻ്റർപ്രിട്ടേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 3 ഘട്ടവും കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ലെവൽസ് ഓഫ് റീഡിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്. 3 തരത്തിലുള്ള നമ്മൾ 3 ഘട്ടം റീഡിങ്ങിൻ്റെ 3 ഘട്ടത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി 3 ലെവൽസ്, 3 ലെവലിൽ നമ്മൾ എന്താണ് റീഡിങ്ങിനെ ഡിവൈഡ് ചെയ്യാറുണ്ട്. അതിലൊന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ പറഞ്ഞ പോലെ തന്നെ റെക്കഗ്നിഷൻ സ്റ്റേജിന് സമാനമായിട്ട് ലിറ്ററൽ ലെവൽ എന്ന് പറയും. ലിറ്ററൽ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലെവൽ ഓഫ് റീഡിംഗ് ആണ്. എന്താണ്, റീഡർ ക്യാൻ ഫൈൻഡ് ദ മീനിങ് ഡയറക്ട്ലി ഇൻ ദ ടെക്സ്റ്റ്.
എന്താ മനസ്സിലായില്ലേ? അതായത് പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് ആശയത്തെ നമുക്ക് കണ്ടുപിടിക്കാനോ അല്ല ഒരുപാട് ചിന്തിക്കാനോ അതിന് ഇൻ്റർപ്രെറ്റ് ചെയ്യാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. വായിക്കുമ്പോൾ തന്നെ എന്താണ് ആ ചോദ്യത്തിന് ഉത്തരം അല്ലെങ്കിൽ ആ വായിച്ചേക്കുന്നതിൻ്റെ അർത്ഥം ഡയറക്റ്റ് മനസ്സിലാവുന്ന തരത്തിലുള്ള സ്ക്രിപ്റ്റാണ് എങ്കിൽ ആ ടൈപ്പ് ഓഫ് റീഡിങ്ങിനെ പറയുന്ന പേരാണ് ലിറ്ററൽ ലെവൽ റീഡിംഗ് എന്ന് പറയുന്നത്. എന്നാൽ ഇൻഫറൻഷ്യൽ ലെവലിനകത്താണെങ്കിലോ ദ റീഡർ കാനോട്ട് ഗെറ്റ് ദ എക്സാക്റ്റ് ആൻസർ ഡയറക്ട്ലി ഫ്രം ദ ടെക്സ്റ്റ്. He has to interpret the text. He has to interpret the text and reason, analyzes, classifies, compares, contrasts. Point of answers lies somewhere between lines. How did it occur? അതായത് ഇൻഫറൻഷ്യൽ ലെവലിൽ എന്താണ്? വി ഹാവ് ടു ഇൻ്റർപ്രറ്റ് ദ ടെക്സ്റ്റ് അല്ലേ? അതിനകത്ത് ഉത്തരമുണ്ട്. ആ ഉത്തരത്തിൽ നമ്മൾ കണ്ടെത്തണം. അപ്പോൾ നമ്മൾ ഒരു 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 ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് ആ ചാപ്റ്ററിൽ ഹൗ ഡിഡ് ഇറ്റ് ഒക്യൂർ എന്ന് ചോദിക്കുക. അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ആ ഡയറക്റ്റ് ഉത്തരം കിടപ്പില്ല. പക്ഷേ ആ ഫുൾ സ്ക്രിപ്റ്റിനെ വായിച്ച് നോക്കിയിട്ട് അതിന് ഇൻ്റർപ്രെറ്റ് ചെയ്യുവാണെങ്കിൽ, അതിനൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അതിൻ്റെ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പം ഡയറക്റ്റ്ലി നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ലെങ്കിലും ത്രൂ ഇൻ്റർപ്രിട്ടേഷൻ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കുവാണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് റീഡിങ്ങിനെ നമുക്കറിയും എന്താണ് ഇൻഫറൻഷ്യൽ ലെവൽ റീഡിംഗ് എന്ന് പറയാം. എന്നാൽ ഇവാലുവേറ്റീവ് ലെവൽ ആ വാക്കിൽ തന്നെയുണ്ട്. എന്താണ് നമ്മളൊരു സ്ക്രിപ്റ്റ് വായിച്ചതിന് ശേഷം എന്താണ് കൃത്യമായിട്ട് നമ്മുടെ ആശയം കൂടെ നമ്മൾ ചിന്തിച്ച് ഇപ്പോൾ എന്താണ് തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ, ഡു യു എഗ്രി? അപ്പോൾ നമുക്ക് പറയാൻ പറ്റണമല്ലോ നമ്മളോട് നമ്മുടെ ആശയങ്ങളോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഒരു ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു സ്ക്രിപ്റ്റിനെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ആശയവും നമ്മുടെ ചിന്തയും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ ഉത്തരത്തിലേക്ക് പോവുകയാണെങ്കിൽ അത്തരം റീഡിങ്ങിനെ പറയുന്ന പേര് ഇവാലുവേറ്റീവ് ലെവൽ എന്ന് പറയുക. അപ്പോൾ ഇവാലുവേറ്റീവ് ലെവലും ഇൻഫറൻഷ്യൽ ലെവലും തമ്മിൽ മിക്സ് ആവാനായിട്ട് പാടില്ല. അപ്പോൾ എന്താണ് ഇൻ്റർപ്രെറ്റ് ചെയ്ത് ഉത്തരം ഡയറക്റ്റ് കണ്ടെത്താൻ പറ്റുന്നതെങ്കിൽ അതിന് ഇൻഫറൻഷ്യൽ ലെവലാണ്. നമ്മൾ ഇൻ്റർപ്രെറ്റ് ചെയ്യുമല്ല, നമ്മുടെ ആശയങ്ങളോട് ആഡ് ചെയ്തുകൊണ്ട് നമ്മളതിനെ ഇവാലുവേറ്റ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും അതിനെ പറയുന്ന പേര് ഇവാലുവേറ്റീവ് ലെവൽ എന്നാണ് പറയുക. അപ്പം ലിറ്ററൽ ലെവൽ, ഇൻഫറൻഷ്യൽ ലെവൽ, ഇവാലുവേറ്റീവ് ലെവൽ എന്ന് പറയുന്ന 3 ലെവൽസ് ഓഫ് റീഡിംഗ് ഉണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒരു സ്ക്രിപ്റ്റിൽ നിന്ന് ഉത്തരം ഡയറക്റ്റ് കിട്ടുന്ന രീതിയിലാണ് ആ സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ അതിനെ ലിറ്ററൽ ലെവൽ എന്നാണ് പറയുക. എന്നാൽ ഉത്തരം ഡയറക്റ്റ് കിട്ടത്തില്ല, എന്നാൽ ഇൻ്റർപ്രിട്ടേഷനോടെ കിട്ടുന്നുവെങ്കിൽ അതിന് ഇൻഫറൻഷ്യൽ ലെവൽ എന്നാണ് പറയുക. എന്നാൽ നമ്മൾ നമ്മുടെ ആശയങ്ങളും നമ്മുടെ ചിന്തയും കൂടെ ആഡ് ചെയ്തുകൊണ്ട് അതിന് ആ സ്ക്രിപ്റ്റിനെ ഇവാലുവേറ്റ് ചെയ്ത് മാത്രം ഉത്തരങ്ങളിലേക്ക് എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് ഇവാലുവേറ്റീവ് ലെവൽ എന്നാണ് പറയുക. അപ്പോൾ ഈ 3 ലെവലിനെ കുറിച്ചും കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മൾ ലിസണിങ് പഠിച്ച പോലെ തന്നെ ടൈപ്സ് ഓഫ് ലിസണിങ് എന്ന് പറയുന്ന പോലെ ടൈപ്സ് ഓഫ് റീഡിംഗ് ഉണ്ട് അല്ലേ? എന്താണ് ഇൻറ്റൻസീവ് റീഡിംഗ് ഉണ്ട്, എക്സ്റ്റെൻസീവ് ഉണ്ട്, ലൗഡ് റീഡിംഗ് ഉണ്ട് അല്ലേ? റീഡിംഗ് എല്ലാം അങ്ങനെ പുറത്ത് വരുന്നുണ്ട്. അപ്പം ഇൻറ്റൻസീവ് റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ വളരെ ഇൻറ്റൻസ് ആയിട്ട് അല്ലേ ഇൻറ്റൻസായിട്ട് നമ്മൾ റീഡിങ്ങിന് കാണുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഇൻറ്റൻസീവ് റീഡിംഗ് എന്ന് തന്നെ പറയാം. മൈന്യൂട്ട് ഡീറ്റെയിൽസ് പോലും ആവശ്യമുള്ള രീതിയിൽ നമ്മൾ റീഡ് ചെയ്യുകയാണെങ്കിൽ ഒരു കണ്ടൻറ്റ് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ടെക്നിക്കൽ ആസ്പെക്റ്റ് അല്ലെ അതുപോലുള്ള ഓരോ മൈന്യൂട്ട് ആസ്പെക്റ്റും നമ്മൾ പ്രാധാന്യം കൊടുത്ത് അതിനെ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ റീഡിങ് നടത്തുവാണെങ്കിൽ അതിന് ഇൻറ്റൻസീവ് റീഡിംഗ് അല്ലെങ്കിൽ ഇൻറ്റൻസീവായിട്ട് നടത്തുവാണെങ്കിൽ ആ വേർഡ് തന്നെയാണ് ഇൻറ്റൻസീവ് റീഡിംഗ് ആണ്. എന്നാൽ എക്സ്റ്റെൻസീവ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ്. നമ്മൾ ജസ്റ്റ് എന്താ പറയുക ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു എസ്തെറ്റിക് ഇതിൻ്റെ പുറത്ത് നമ്മൾ വായിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയുക വളരെ ഒരു കഥ വായിക്കുന്നു, ജസ്റ്റ് ഒരു കഥ വായിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മളതൊരു എക്സ്റ്റെൻസീവ് ടൈപ്പ് ഓഫ് റീഡിംഗ് ആണ്. എന്നാൽ ആ കഥ തന്നെ എന്താണ് ഒരു അക്കാഡമിക് പർപ്പസ് വായിക്കുമ്പോൾ അത് ഇൻറ്റൻസീവ് റീഡിംഗ് ആണ്. അപ്പോൾ അല്ലെ ഒരു സ്റ്റോറി വായിക്കുമ്പോൾ നമ്മളൊരു എസ്തെറ്റിക് പ്രഷറിന് വേണ്ടി വായിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ ലിറ്ററേച്ചർ ടേസ്റ്റ് കൊണ്ട് വായിക്കുന്നുവെങ്കിൽ അതൊരു എക്സ്റ്റെൻസീവ് റീഡിംഗ് ആയിട്ടാണ് വരുന്നത്. എന്നാൽ നമ്മൾ ഇൻറ്റൻസീവ് റീഡിംഗ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതേ കഥ തന്നെ ഒരു അക്കാഡമിക് പർപ്പസിന് വായിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നത് തീർച്ചയായിട്ടും അത് ഇൻറ്റൻസീവ് റീഡിംഗ് ആയിട്ടായിരിക്കും വരുന്നത്. ഇനി ലൗഡ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ റീഡിംഗ് അലൗഡ് അല്ലേ റീഡിംഗ് അലൗഡിന് ലൗഡ് റീഡിംഗ് എന്ന് പറയുന്നത് അല്ലേ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഒരു നല്ല രീതിയിൽ റീഡിംഗ് കോംപ്രിഹെൻഷൻ വർദ്ധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് നല്ല രീതിയിൽ സ്ട്രെസ്സും ഇൻറ്റോണേഷനും റിതമും ഒക്കെ ഉപയോഗിച്ച് എന്താ പറയുക നമുക്ക് ഈ പറയുന്ന എന്താ പറയുക രീതിയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ലൗഡ് റീഡിംഗ് നമ്മളെ പലപ്പോഴും സഹായിക്കും. അപ്പോൾ ആ ലൗഡ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ റീഡിംഗ് അലൗഡ് എന്നാണ്. സ്റ്റുഡൻസ് ആർ ടു ബി ഇന്നേബിൾ ടു റീഡ് യൂസിങ് സ്ട്രെസ്, റിതം ആൻഡ് ഇൻറ്റോണേഷൻ എന്ന റിതവും സ്ട്രെസ്സും ഇൻറ്റോണേഷനൊക്കെ ഡെവലപ്പ് ചെയ്ത് കൃത്യമായി വായിച്ച് ശീലിക്കണമെങ്കിൽ ആ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഈ ലൗഡ് റീഡിംഗ് ആണ് സഹായിക്കുന്നത്. ലൗഡ് റീഡിങ്ങിൻ്റെ ക്വാളിറ്റീസ് ഓഫ് ഗുഡ് ലൗഡ് റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയബിലിറ്റി ഉണ്ട്,
റീസണബിൾ സ്പീഡിൽ വായിക്കാൻ പറ്റണം, ഗുഡ് ഫ്ലോ ഉണ്ടായിരിക്കണം, കറക്റ്റ് പോസിങ് ഉണ്ടാവണം, ക്ലാരിറ്റി, കറക്റ്റ് പ്രൊനൗൺസിയേഷൻ, ഫ്ലുവൻസി, പ്രോപ്പർ എക്സ്പ്രഷൻസ്, പ്രോപ്പർ സ്ട്രെസ് ആൻഡ് ഇൻറ്റോണേഷൻ, ഗുഡ് സൗണ്ട് മോഡുലേഷൻ. അപ്പോൾ ഇതൊക്കെ എന്താണ് ലൗഡ് റീഡിങ്ങിൻ്റെ ക്വാളിറ്റീസ് ആണെന്നുകൂടെ പറയാം. ഓഡിബിലിറ്റി, റീസണബിൾ സ്പീഡ്, ഗുഡ് ഫ്ലോ, കറക്റ്റ് പോസിങ്, ക്ലാരിറ്റി, കറക്റ്റ് പ്രൊനൗൺസിയേഷൻ, ഫ്ലുവൻസി, പ്രോപ്പർ എക്സ്പ്രഷൻസ്, പ്രോപ്പർ സ്ട്രെസ് ആൻഡ് ഇൻറ്റോണേഷൻ, അതുപോലെ എന്താണ് ഗുഡ് സൗണ്ട് മോഡുലേഷൻ. ഇവയൊക്കെ എന്താണ് ലൗഡ് റീഡിങ്ങിൻ്റെ ക്വാളിറ്റിയാണ്. എന്തിനാണ് ലൗഡ് റീഡിങ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൃത്യമായിട്ട് സ്ട്രെസ്സും റിതമും ഇൻറ്റോണേഷനും ഒക്കെ ഡെവലപ്പ് ചെയ്ത് നല്ല റീഡറായി മാറണമെങ്കിൽ തീർച്ചയായിട്ടും ലൗഡ് റീഡിംഗ് ആണ് അവരെ സഹായിക്കുന്നത്. അപ്പോൾ ഇൻറ്റൻസീവ് റീഡിങ്, എക്സ്റ്റൻസീവ് റീഡിങ്, ലൗഡ് റീഡിങ്, തീർച്ചയായിട്ടും അടുത്ത എന്തായിരിക്കും സൈലൻറ്റ് റീഡിംഗ് ആണ്. എന്താണ് നമ്മൾ വളരെ എപ്പോഴും നമ്മളെന്താ പറയുക, നമ്മൾ ക്ലാസ്സുകളിലൊക്കെ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജിയാണ് ലൗഡ് റീഡിങ്ങും സൈലൻറ്റ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ. എന്താണ് നമ്മൾ വിതൗട്ട് പ്രൊഡ്യൂസിങ് സൗണ്ട്, അല്ലേ, നമ്മൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാതെ അല്ലെങ്കിൽ മറ്റുള്ളവർ കേൾക്കാത്ത രീതിയിൽ നമ്മൾ വായിക്കുന്ന രീതിയാണ് സൈലൻറ്റ് റീഡിംഗ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ക്വാളിറ്റീസ് ഓഫ് ലൗഡ് റീഡിംഗ് എന്ന് പറഞ്ഞ പോലെ ക്വാളിറ്റി ഓഫ് സൈലൻറ്റ് റീഡിംഗ് ഉണ്ട്. എന്താണ് ലിപ് മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. ചിലർ ഇങ്ങനെ വായിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെ ചുണ്ട അനങ്ങിക്കൊണ്ടിരിക്കും. അതായത് സൈലൻറ്റ് റീഡിംഗ് ഒരിക്കലും ഒന്നും ഉണ്ടാവില്ല. ലിപ് മൂവ്മെൻറ്റ് ഉണ്ടാകാൻ പാടില്ല. ചില വായിക്കുമ്പോൾ ഇങ്ങനെ മെർമറിങ് വോയിസ് വരാറുണ്ട്, അതും വരാൻ പാടില്ല. നല്ല രീതിയിൽ വൈഡ് ഐ സ്പാൻ, നമ്മൾ പറഞ്ഞു അല്ലേ, ഈ സൈലൻറ്റ് റീഡിങ്ങിലാണ് ഏറ്റവും കൂടുതൽ ഐ സ്പാൻ വേണ്ടതാണ്. വളരെ വേഗത്തിൽ കോംപ്രിഹെൻഡ് ചെയ്ത് പോകാനായിട്ട് ഐ സ്പാൻ കൂടുതലായിരിക്കണം. അതുപോലെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെ തല ഇങ്ങനെ മൂവ് ചെയ്ത് പോകാൻ പാടില്ല, അല്ലേ, കണ്ണാണ് അത് മൂവ് ചെയ്യേണ്ടത്. ഒരിക്കലും നമ്മളെന്താണ് ഐ സ്പാനാണ് നീങ്ങേണ്ടത്, അല്ലാതെ നമ്മുടെ തലയല്ല മാറേണ്ടത്, അല്ലെ, നോ റൊട്ടേഷൻ ഓഫ് ഹെഡ്, അല്ലേ. അതുപോലെ നമ്മൾ ചില ആൾക്കാർ ഇങ്ങനെ പേന വെച്ച് ഇങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ട് വർഷത്തിൻ്റെ കൂടെ, അല്ലേ, അവർക്ക് ഐ സ്പാൻ കുറവായിരിക്കും. അവരിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ എന്താണ് നോ റിഗ്രഷൻ റീഡ്, അല്ലേ, വീണ്ടും വായിച്ചാൽ മാത്രം മനസ്സിലാവുന്ന രീതിയിലേക്ക് പോകരുത്. റിഗ്രഷൻ കുറയ്ക്കണം. അതുപോലെ എന്താണ് റീസണബിൾ സ്പീഡിൽ വായിക്കാൻ പറ്റണം. അതുപോലെ എന്താണ് വായിക്കുന്ന കാര്യം അവർക്ക് മനസ്സിലാവുകയും വേണം, ഗുഡ് കോംപ്രിഹെൻഷനും വേണം. തീർച്ചയായിട്ടും ക്വാളിറ്റീസ് ഓഫ് ഗുഡ് സൈലൻറ്റ് റീഡിങ്ങും കൃത്യമായിട്ടൊന്ന് നോക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയുള്ള സ്ഥിരമായി ചോദിക്കുന്ന 3 ടേംസുകളാണ് സ്കാനിങ്, സ്കിമ്മിങ് ആൻഡ് സ്കിപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ. എന്താണ് സ്കാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെപ്പറേറ്റ്, അല്ലെ, ഒരു സ്പെസിഫിക് ഇൻഫർമേഷൻ നമ്മൾ കണ്ടെത്താൻ വേണ്ടി നടത്തുന്ന റീഡിങ്ങിനെയാണ് സ്കാനിങ് എന്ന് പറയുന്നത്. ഒരു ഫോൺ എടുത്തു കഴിഞ്ഞാൽ, ഒരു ഡിക്ഷണറി എടുത്തു കഴിഞ്ഞാൽ ഒരു വാക്ക് കണ്ടെത്തുക, അല്ലെങ്കിൽ ടെലിഫോൺ ഡയറക്ടറി എടുത്ത് അതിനകത്ത് പ്രത്യേകം ഫോൺ നമ്പർ കണ്ടെത്തുക, അല്ലെങ്കിൽ നമുക്ക് വേണ്ട സ്പെസിഫിക് ഇൻഫർമേഷൻ കണ്ടെത്താൻ വേണ്ടി നടത്തുന്ന എക്സ്ക്ലൂസീവായിട്ട് നമ്മൾ ആ ഒരു ഉത്തരത്തിന് വേണ്ടി മാത്രം നടത്തുന്ന റീഡിംഗ് ആണെങ്കിൽ അതിനെ സ്കാനിങ് എന്നാണ് പറയുന്നത്. എന്നാൽ എന്താണ് നമുക്ക് ഒരു ഓവറാൾ ഐഡിയ കിട്ടാനാണ്, ജിസ്റ്റ് കിട്ടാനായിട്ട്, ഒരു പാസേജിൻ്റെ ഒരു ഓവറാൾ ആശയം കിട്ടാൻ വേണ്ടി നടത്തുന്ന വേഗത്തിൽ നടത്തുന്ന ഒരു റീഡിങ്ങിനെയാണ് എന്താ പറയുക, സ്കിമ്മിങ് എന്ന് പറയുക. ഒരു റഫ് ഐഡിയ കിട്ടാനായിട്ട്, ഒരു ആശയം കിട്ടാൻ വേണ്ടിയിട്ട് വളരെ വേഗത്തിൽ വായിച്ചെടുക്കുന്ന രീതിയാണ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. എന്നാൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം വായിക്കുകയും ബാക്കിയുള്ളതിനെയൊക്കെ ഒഴിവാക്കുകയും ചെയ്യുന്ന ടൈപ്പ് ഓഫ് റീഡിങ്ങിനെയാണ് സ്കിപ്പിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പ്രധാനപ്പെട്ട ടോപ്പിക്കൽ നോട്ട്സ് മാത്രം പെട്ടെന്ന് വായിച്ചു പോവുകയും ബാക്കിയുള്ളതൊക്കെ മാറ്റി വിട്ടിട്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മാത്രം പെട്ടെന്നൊന്ന് ഓടിച്ചിട്ട് കവർ ചെയ്യുകയാണെങ്കിൽ ആ ടൈപ്പ് ഓഫ് റീഡിങ് ഈ സ്കിപ്പിംഗ് ടൈപ്പ് ഓഫ് റീഡിങ് എന്ന് പറയാറുണ്ട്, അല്ലേ. അപ്പോൾ എന്താണ് ഒരു സ്പെസിഫിക് ഇൻഫർമേഷന് വേണ്ടി റീഡിങ് ആണെങ്കിൽ സ്കാനിങ് ആണ്. എന്നാൽ എന്താ പറയുക, ഒരു ഓവറാൾ ഐഡിയ ജിസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, പാസേജിന് ജിസ്റ്റ് കിട്ടാൻ, ഓവറാൾ ഐഡിയ കിട്ടാൻ വേണ്ടി നടത്തുന്ന റീഡിങ് ആണെങ്കിൽ സ്കിമ്മിങ് ആണ്. എന്നാൽ പ്രധാനപ്പെട്ട ആശയങ്ങൾ മാത്രം നോക്കുകയും ബാക്കിയുള്ളതിനെ ഒഴിവാക്കുകയും ചെയ്ത ടൈപ്പ് ഓഫ് റീഡിങ് ആണെങ്കിൽ അതിനെ സ്കിപ്പിംഗ് എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്.